സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് കാർനോട്ട് സൈക്കിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞു നമുക്ക് കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സ് ഉണ്ട്. ആ 4 പ്രോസസ്സിലെ 2 പ്രോസസ്സുകൾ ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സാണ് 2 പ്രോസസ്സ്. അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സാണ് 2 പ്രോസസ്സ്. അഡിയബാറ്റിക് എക്സ്ക്ലൂസീവ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ഓർ ദീസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ് ആർ ഓൾസോ നോൺ ആസ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതും, ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതും, റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. എൻട്രോപ്പി ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് വിത്ത് ദ ലെറ്റർ എസ്. സോ നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ഐഡിയൽ ഗ്യാസ് ഒരു സിലിണ്ടർ, പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് കരുതുക. സോ ഇനീഷ്യലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് അറ്റ് ടെമ്പറേച്ചർ TH. ഐസോതെർമൽ ആണ്, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. എക്സ്പാൻഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യാണ്. ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ദ ടെമ്പറേച്ചർ ഈസ് TH എന്ന് വേണമെങ്കിൽ നമുക്ക് ഹയർ ടെമ്പറേച്ചർ, H സ്റ്റാൻഡ്സ് ഫോർ ഹൈ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പരിഗണിക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഹീറ്റ് ഇൻപുട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ കൊടുക്കും. ആൻഡ് ദ വാല്യൂ ഈസ് QIN. എന്ത് വാല്യൂ ആവും? ഒരു സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ടു ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് QIN. അങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഐഡിയൽ ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് റീച്ചസ് ടു സം പോയിന്റ് ഓഫ് വാല്യൂ ആൻഡ് ഇറ്റ് എക്സ്പാൻഡ്സ്. ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ അതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് അവർ പ്രോസസ് 1 to 2. അപ്പോൾ ഇതെന്താ നമ്മുടെ പ്രോസസ് 1 to 2 ആണ്, വിച്ച് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു എക്സ്പാൻഷൻ നടക്കും. പക്ഷെ ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്ന നേരത്ത് നമുക്ക് ഇവിടെ ഒരു ഹീറ്റ് ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആകുമ്പോഴേക്ക് ഇവിടെ ഒരു ടോട്ടൽ ഇൻസുലേഷനാണ്. ഹീറ്റ് പുറത്തേക്കോ ഉള്ളിലേക്കോ വരുന്ന രീതിയിലുള്ള ഇൻറ്ററാക്ഷൻ ബ്ലോക്ക് ചെയ്യും അഡിയബാറ്റിക് പ്രോസസ്സിൽ. അഡിയബാറ്റിക് നിങ്ങൾക്ക് അറിയാലോ, ഹീറ്റ് ട്രാൻസ്ഫർ നില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗം, ഇപ്പോൾ ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു അഡിയബാറ്റിക് കവർ കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടെ എക്സ്പാൻഷൻ ഈ പ്രോസസ്സിൽ നടക്കും. അപ്പോൾ ദാറ്റ്സ് വൈ ദിസ് ഈസ് കോൾഡ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് എക്സ്പാൻഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്, പക്ഷെ എങ്ങനെയാ? അഡിയബാറ്റിക്കലി എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ബട്ട് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഫ്രം ഹയർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ടു TL, വിച്ച് ഈസ് ലോവർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്, ഓർ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഐസെൻട്രോപ്പിക് പ്രോസസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് പ്രോസസ് ഈസ് 1 to 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് 2 to 3. 2 to 3 എന്ത് സംഭവിക്കും? ഇവിടെ എക്സ്പാൻഷൻ തന്നെയാണ് നടക്കുന്നത് അഡിയബാറ്റിക്കലി. സോ വൺസ് ഇറ്റ് റീച്ചസ് ടു ദി മാക്സിമം വാല്യൂ ഓഫ് വോളിയം, അടുത്തത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഐസോതെർമൽ കംപ്രഷനാണ്. ഓക്കെ, ഇപ്പോൾ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതുവരെ എത്തി. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തി. ഇനി ഈ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 2 to 3 കഴിഞ്ഞ അടുത്തത് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്രഷൻ. എന്ത് കംപ്രഷൻ? ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹീറ്റ് ഇൻക്രീസ് ആവും. എത്ര ഹീറ്റാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കും. ആ ഹീറ്റ് പുറത്തേക്ക് പുറന്തള്ളും. സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് ഹിയർ അറ്റ് സെയിം വാല്യൂ. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് മൂന്നാമത് നടക്കുന്നത്, ഫ്രം പ്രോസസ് 3 to 4, വിച്ച് ഈസ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്.
ക്ലിയർ. ആൻഡ് അത് നടക്കുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. നമുക്ക് ഓൾറെഡി അറിയാം ടെമ്പറേച്ചർ ലോവറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത് ഏതിൽ തന്നെയായിരിക്കും? ടെമ്പറേച്ചർ ലോവർ പ്രോസസ്സിൽ തന്നെയായിരിക്കും നടക്കുക. കംപ്രസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഹീറ്റ് വാല്യൂ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ അഡിയബാറ്റിക് ആയിട്ടുള്ളൊരു ഇവിടെ ഉള്ളൊരു വാളും ബൗണ്ടറി ഒക്കെ എടുത്ത് കളയും. എന്നിട്ട് ബാക്കി എക്സ്ട്രാ എമൗണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും? പുറന്തള്ളും. സോ ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. ആൻഡ് വി നോ ഇറ്റ് ഈസ് എ കാർനോട്ട് സൈക്കിൾ. അതുകൊണ്ട് എവിടെ തുടങ്ങിയോ സ്റ്റേറ്റ് അവിടേക്ക് തന്നെ തിരിച്ചെത്തണം. ദാറ്റ് ഈസ് സ്റ്റേറ്റ് 1ലേക്ക് എത്തണം. സോ ദ ലാസ്റ്റ് പ്രോസസ് ഈസ് പ്രോസസ് 4 to 1. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വീണ്ടും കംപ്രഷനാണ് നടക്കുക. വീണ്ടും ഇവിടെ കംപ്രഷൻ നടക്കും. പക്ഷെ ഇവിടെ എന്ത് കംപ്രഷനാണ്? അഡിയബാറ്റിക് കംപ്രഷനാണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല, പക്ഷെ കംപ്രഷൻ നടക്കുന്നു. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. കാരണം എന്താ? ഇവിടെ കംപ്രഷൻ നടക്കുന്നതുകൊണ്ട് ഹീറ്റ് ഇൻക്രീസ് ആയിട്ട് വരും. സോ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. സോ ഇതാണ് 4 പ്രോസസ്സ് കാർനോട്ട് സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ഐസോതെർമൽ പ്രോസസ്സാണ്, 2 അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഈ 2 ഐസോതെർമൽ 2 അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ അതിലൊന്ന് എക്സ്പാൻഷൻ പ്രോസസ്സായിരിക്കും. ഈ 2 എന്താണ്? കംപ്രഷൻ പ്രോസസ്സാണ്. സോ ദിസ് ഈസ് ആസ് സച്ച് ദ സൈക്കിൾ ഹൗ ഇറ്റ് വർക്ക്സ്. ക്ലിയർ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ PV ഡയഗ്രമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ വോളിയം ഡയഗ്രാം എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് കാർനോട്ട് എൻജിൻ്റെ PV ഡയഗ്രാം. PV ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഷർ വോളിയം ഡയഗ്രാം എന്നാണ്. പ്രഷർ ഓൺ ദി Y ആക്സിസ്, വോളിയം ഓൺ ദി X ആക്സിസ്. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ഡയഗ്രത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. YX എന്ന ടേമിൽ പ്രഷർ വോളിയം ഡയഗ്രാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പ്രോസസ് ഫ്രം 1 to 2 എന്ന് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഫ്രം 1 to 2. ദിസ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഹയർ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് THലായിരുന്നു ഇത് നടന്നിരുന്നത് അല്ലേ? അതേപോലെ ഇത് പ്രഷറാണ്, ഞാനിവിടെ ടെമ്പറേച്ചർ കാണിച്ചെന്നുള്ളൂ. അതേപോലെ ഇതും ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതും എന്താണ്? TH തന്നെയാണ് ഇവിടുത്തെയും ടെമ്പറേച്ചർ. സോ ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നു. അതായത് X ആക്സിസിൽ വോളിയം ഏടത് ഇവിടെ ആയിരുന്നെങ്കിൽ അത് ഐസോതെർമലി ടെമ്പറേച്ചർ മാറാതെ വോളിയം ഇതുവരെ B പറഞ്ഞ പോയിന്റ് വരെ നടന്നു. ഓർ ഐ ക്യാൻ കോൾ ദിസ് ആസ് point 1 and point 2. ക്ലിയർ. അതോടുകൂടി ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് തീർന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തത് വീണ്ടും എക്സ്പാൻഷൻ തന്നെയാണ്, പക്ഷെ എന്ത് എക്സ്പാൻഷനാണ്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ 2 to 3 ഇറ്റ് ഈസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് ഞാനൊരു ഹീറ്റ് ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഞാനിതിലേക്കൊരു ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്ന നേരത്താണ്. എന്നിട്ട് അതിന് അഡിയബാറ്റിക് ആയിട്ട് എക്സ്പാൻഷൻ വീണ്ടും ചെയ്യുന്നു. പക്ഷെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. പക്ഷെ അതിന് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഈ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ നേരത്താണ് നമുക്ക് നമ്മുടെ റിയൽ വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. വീണ്ടും എന്താ നടക്കുന്നത്? ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്നു. ഐസോതെർമൽ കംപ്രഷൻ നടക്കുമ്പോൾ എന്താ? അപ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹീറ്റ് ഔട്ട് കൊടുക്കും, കുറച്ച് എമൗണ്ട് ഹീറ്റ് പുറത്തേക്ക് കൊടുക്കും. ഇവിടെ അഡിയബാറ്റിക് ആയിട്ട് എക്സ്പാൻഷൻ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ മാറും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കുറയും. ആൻഡ് ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് TL ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓൾസോ അഗെയിൻ TL. എന്താ കാരണം? കാരണം ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ? സോ 3 to 4, say this process is 4, 3 to 4 ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രഷൻ ആണ് നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹീറ്റ് എമൗണ്ട് ഈസ് ഡെലിവേർഡ് ഔട്ട്സൈഡ് ടു ദ സിസ്റ്റം or it is delivered by the system. Heat is given out by the system so that temperature is maintained. ഇവിടെ ഏതാ കണ്ടീഷൻ? ഐസോതെർമൽ കംപ്രഷൻ. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ ഈസ് ഫ്രം 4 to 1 വിച്ച് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇപ്പോൾ നേരത്തെ കണ്ടാൽ നമുക്കറിയാം ഇവിടെ വോളിയം സിയിലായിരുന്നു, വോളിയം ഡിയിലേക്ക് വരെ ചുരുങ്ങി. പിന്നെ അടുത്തത് വോളിയം ഡിയിൽ നിന്ന് വോളിയം എയിലേക്ക് വരെ ചുരുങ്ങി. എവിടെ? അഡിയബാറ്റിക് കംപ്രഷൻ ആയപ്പോൾ വീണ്ടും കംപ്രഷനാണ്, പക്ഷെ അഡിയബാറ്റിക്കലി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഒക്കർ ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്.
ഹിയർ ഇറ്റ് ഈസ് വർക്ക് ഇൻപുട്ട്, ഹിയർ ഇറ്റ് ഈസ് വർക്ക് ഔട്ട്പുട്ട്. കാരണം ഇവിടെ നമ്മൾ ആ പിസ്റ്റണിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് എക്സ്ട്രാ വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദി വർക്ക് ഇൻപുട്ട് ആൻഡ് ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് TL, ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് TH അറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ PV ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം ഓഫ് കാർനോട്ട് എൻജിൻ, ഓർ യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് എൻജിൻ എന്ന ഉദ്ദേശം കാർനോട്ട് സൈക്കിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എൻജിനാണ് കാർനോട്ട് എൻജിൻ എന്നുള്ള അർത്ഥത്തിൽ. സോ ദിസ് ഈസ് വെരി ഈസി. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ പ്രോസസ്സുകൾ, ആ പ്രോസസ്സിൻ്റെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ. ഇത്രയും വർക്ക് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്, ഇത്രയും വർക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. സോ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദ നെറ്റ് വർക്ക്? നെറ്റ് വർക്ക് ക്യാൻ ബി റിട്ടൺ ആസ് വർക്ക് ഔട്ട്പുട്ട് മൈനസ് വർക്ക് ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ കിട്ടിയ ഈ വർക്ക് എത്രയാണോ അതിൽ നിന്ന് ഇൻപുട്ട് വർക്ക് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി നെറ്റ് വർക്ക് ഡൺ. ആ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഈ ഏരിയ ആണ് നമ്മുടെ നെറ്റ് വർക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രം 1 to 2 ആൻഡ് 2 to 3 ഇതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ആണ്. അത്രയും എമൗണ്ട് ഓഫ് വർക്ക് നമുക്ക് കിട്ടി. പക്ഷേ C to Dയും അതേപോലെ D to Aയും ഇതിൻ്റെ താഴെ മാത്രം വരുന്ന ഏരിയ നമുക്ക് കൺസംഷനാണ്. സോ ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷനാണ് വിച്ച് ഈസ് ഇൻസൈഡ് ദാറ്റ് ഗ്രാഫ്. അപ്പോൾ ഇത്രയും ഏരിയ ആണ് എന്ത്, എൻ്റെ നെറ്റ് വർക്ക് ഡൺ. അഥവാ ഈ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിലത്തെ PV ഡയഗ്രത്തിൻ്റെ ഉള്ളിലെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഏരിയ ആണ് എന്ത്, കാർനോട്ട് സൈക്കിളിലെ വർക്ക് ഡൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് നെറ്റ് വർക്ക്, ഇതാണ് നമ്മുടെ W നെറ്റ് എന്ന് പറയുന്ന വർക്ക്. അതെന്താണ്? വർക്ക് ഔട്ട്പുട്ട് മൈനസ് വർക്ക് ഇൻപുട്ട് എന്നാണ് അതിൻ്റെ കണ്ടീഷൻ. സോ ദിസ് ഈസ് എ PV ഡയഗ്രാം ഓഫ് കാർനോട്ട് എൻജിൻ. ഇതുപോലെ തന്നെ PV ഡയഗ്രാം പഠിക്കുന്നതോടൊപ്പം തന്നെ പൊതുവേ നമ്മൾ പഠിക്കാറുള്ള മറ്റൊരു സൈക്കിളാണ് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാണ് TS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. അതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾ സൈക്കിൾസ് കൂടുതൽ പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സോ ഇതാണ് നമ്മുടെ TS ഡയഗ്രാം. T ടെമ്പറേച്ചർ, S സ്റ്റാൻഡ്സ് ഫോർ എൻട്രോപ്പി, TS ഡയഗ്രാം. ഇതിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എൻട്രോപ്പി എന്ത് സംഭവിക്കും? വോളിയം കൂടുകയാണ്, അപ്പോൾ എൻട്രോപ്പി കൂടും. അപ്പോൾ ദിസ് ഈസ് മൈ പ്രോസസ് 1 ആൻഡ് ഫ്രം 1 to 2 പ്രോസസ് 1 to 2 എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഈസ് ഐസോതെർമൽ. സോ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. Throughout the process 1 to 2 the temperature is constant. ഞാൻ അതിനെ TH എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് 2 to 3 ഈസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ അഥവാ റിവേഴ്സിബിൾ അഡിയബാറ്റിക്. അപ്പോൾ എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ്. എൻട്രോപ്പിക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് 2, 3. നമുക്കറിയാം പ്രോസസ് 2 മുതൽ 3 വരെ നോക്കുമ്പോൾ ഒരൊറ്റ എൻട്രോപ്പി വാല്യൂ ഇവിടെ ഉള്ളൂ, അല്ലേ? സോ ദിസ് ഇസ് ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. പക്ഷേ എൻട്രോപ്പി ചേഞ്ച് കാര്യമായിട്ടില്ല. കാരണം എന്താ? അത് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണ്. ദെൻ കംസ് 3 to 4. ഇറ്റ് ഈസ് കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആണ് 3 to 4. സോ ഐസോതെർമൽ കംപ്രഷൻ, കംപ്രസ് ചെയ്യുമ്പോൾ വോളിയം കുറയും, സോ എൻട്രോപ്പി ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് TL, ലോവർ TL temperature. And finally from 4 to 1 it is adiabatic compression and again it is a ഇതിൻ്റെ വാല്യൂ, അതായത് ടെമ്പറേച്ചർ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യും, കാരണം കംപ്രഷൻ ആണ്, ഹീറ്റ് കൂടും. സോ ദ ടെമ്പറേച്ചർ റീച്ചസ് ബാക്ക് ടു TH. സോ ദിസ് ഈസ് ദ TS ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇവിടെയാണ് Q ഇൻപുട്ട്, ഇവിടെയാണ് Q ഔട്ട്പുട്ട്, ഹീറ്റ് ഔട്ട്പുട്ട് ഇവിടെയാണ്. നമുക്ക് വർക്ക് ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്, വർക്ക് ഇൻപുട്ട്, ആൻഡ് ദിസ് വൺ ഈസ് വർക്ക് ഔട്ട്പുട്ട്. ക്ലിയർ?
സോ ദിസ് ഈസ് ദ TS ഡയഗ്രാം ഓഫ് കാർനോട്ട് എഞ്ചിൻ. ഈ രണ്ട് ഡയഗ്രാമും PV ഡയഗ്രാമും TS ഡയഗ്രാമും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദിസ് പോയിന്റ് 1 വെൻ യു ആർ എക്സ്പ്ലെയിനിങ്. അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾക്ക് വേണമെങ്കിൽ 3ൽ നിന്നും 4ൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ആ ഒരു സൈക്കിളിൻ്റെ ഒരു വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ബെറ്റർ യു സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ദി പോയിന്റ് 1. ഇനി ഇതിനെ തന്നെ നമുക്ക് പല ടെക്സ്റ്റിലും പല കോലത്തിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മളെടുത്ത അതേപോലത്തെ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ്റെ നേരത്തെ നമ്മളൊരു ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ദേ സേ ഇറ്റ് ഈസ് ഫ്രം എ ഹോട്ട് റിസർവോയർ. നമ്മുടെ ഹോട്ട് റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോഴ്സ് അല്ലേ. സോഴ്സ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ സോഴ്സിൽ നിന്ന് ഇതിന് ഹീറ്റ് കൊടുക്കും. ആൻഡ് ഹീറ്റ് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ മാറാതെ വെക്കാൻ വേണ്ടിയിട്ട് പതിയെ എക്സ്പാൻഷൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ വെക്കും. ഇവിടുത്തെ സോഴ്സിനെ മാറ്റിയിട്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെക്കും, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതെക്കാൻ. എന്നിട്ട് ബാക്കി എക്സ്പാൻഷൻ നടക്കും. ദാറ്റ് ഈസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഐസോതെർമൽ കംപ്രഷൻ വീണ്ടും എന്ത് ചെയ്യും, അടുത്തൊരു റിസർവോയർ നമ്മൾ ഇവിടെ വെക്കും. ആ റിസർവോയർ എന്തായിരിക്കും, സിങ്ക് ആയിരിക്കും. എന്തുകൊണ്ടാണ് സിങ്ക് എന്ന് പറയാൻ കാരണം, ഹീറ്റിനെ വലിച്ചെടുക്കുകയാണ്. അതായത് സിസ്റ്റം ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു, അത് വലിച്ചെടുക്കുന്നത് സിങ്ക് ആണ് എന്ന മീനിങ്ങിൽ സിങ്കിനെ കണക്ട് ചെയ്യും. ഇറ്റ്സ് ആൻ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ് എന്നുള്ളതാണ് നമ്മുടെ 4 പ്രോസസ്സായിട്ട് ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഏതൊക്കെ പ്രോസസ്സ് നടന്നാലും ഐസോതെർമൽ ആയിക്കോട്ടെ, എക്സ്പാൻഷൻ ആയിക്കോട്ടെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ, ഈ പ്രോസസ്സുകളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ്സായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? റിവേഴ്സിബിൾ പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, വർക്ക് കൺസ്യൂമിങ് ചെയ്യുന്ന ഡിവൈസ് ഏറ്റവും കുറവ് വർക്ക് കൺസ്യൂം ചെയ്യുന്നതും വർക്ക് ഡെലിവർ ചെയ്യുന്ന ഡിവൈസ് ഏറ്റവും കൂടുതൽ വർക്ക് ഡെലിവർ ചെയ്യുന്നതും റിവേഴ്സിബിൾ പ്രോസസ്സിലാണ്. സോ നമ്മൾ കാർനോട്ട് സൈക്കിൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി എന്താണെന്നുള്ളതാണ്. കാർനോട്ടിൻ്റെ എഫിഷ്യൻസി. Next we will be discussing on the efficiency of Carnot efficiency. അപ്പോൾ നമ്മൾ പഠിച്ചു ഇതിൽ കിട്ടാവുന്ന മാക്സിമം, ഒരു സൈക്കിളിൽ കിട്ടാവുന്ന മാക്സിമം എഫിഷ്യൻസിയാണ് നമുക്ക് കാർനോട്ടിൽ കിട്ടുക. കാരണം എന്താ, കാർനോട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും എന്തായിരിക്കും, റിവേഴ്സിബിൾ പ്രോസസ്സാണ്. സോ റിവേഴ്സിബിൾ പ്രോസസ്സ് നാച്ചുറലി ഒക്കർ ചെയ്യൂല. ദാറ്റ് ഈസ് ദ മാക്സിമം കേസ് വിച്ച് ക്യാൻ ഹാപ്പൻ. എഫിഷ്യൻസി കിട്ടാവുന്ന മാക്സിമം കേസാണ് റിവേഴ്സിബിൾ. പൊതുവേ നേച്ചറിൽ നടക്കുന്നതെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ കാർനോട്ടിന് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മളൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സോ കാർനോട്ട് എഫിഷ്യൻസി പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ സൈക്കിൾ നമ്മൾ കണ്ടു. PV ഡയഗ്രാം ഞാൻ ഒന്നുകൂടെ സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ദിസ് ഈസ് പ്രോസസ് 1, ദിസ് ഈസ് പ്രോസസ് 2, 2 to 3, 3 to 4 ആൻഡ് 4 to 1. ഞാനൊരു റഫ് ഡയഗ്രാം വരച്ചെന്നേ ഉള്ളൂ. ഓർ വി ക്യാൻ ലുക്ക് ഓൺ ടു ദിസ് ഒറിജിനൽ ഡയഗ്രാം. സി, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഫ്രം 1 to 2 അല്ലേ. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഫ്രം 1 to 2. സോ ഇവിടെ എന്ത് ബാധകമാണ്, ഐസോതെർമൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ബാധകമാണ്. സോ ഫ്രം പ്രോസസ് 1 to 2 ഇറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, PV ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഐസോതെർമൽ പ്രോസസ്. സോ ഐ ക്യാൻ സേ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന കണ്ടീഷനാണ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ സ്റ്റെപ്പിന് വരിക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 to 3 ഇറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ് അല്ലേ. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക്. സോ വി ഹാവ് PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ PV റേസ് ടു ഗാമ എന്ന് പറയുമ്പോൾ P2 V2 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P3 V3 റേസ് ടു ഗാമ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ.
Again 3 to 4 is isothermal. Again isothermal ആണെങ്കിൽ P3V3 is equal to P4V4. And finally the last equation again 4 to 1 is reversible adiabatic. I have P4V4 raised to gamma is equal to P1V1 raised to gamma. These are the basic equations of each process that we should know. ആ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മിക്ക പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഗോയിങ് ബാക്ക് ടു കാർനോട്ട് എഫിഷ്യൻസി. കാർനോട്ട് എഫിഷ്യൻസി നമുക്കറിയാം, എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെറ്റ് ഹീറ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന നെറ്റ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് എഫിഷ്യൻസി. അപ്പോൾ ഒരു ഹീറ്റ് എൻജിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, ഇറ്റ് ഈസ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ഓർ ഐ ക്യാൻ സേ കാർനോട്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ഇതൊരു ഇക്വേഷനാണ് കാർനോട്ട് എഫിഷ്യൻസിയുടെ. അതേപോലെ ഇതും കാർനോട്ട് എഫിഷ്യൻസിക്കുള്ള ഒരു ഇക്വേഷനാണ്. ആൻഡ് ദർ ഈസ് അനദർ മോർ ഇക്വേഷൻ വിച്ച് യു ഹാവ് ടു ടേക്ക് കെയർ. അതായത് ഈ ഇക്വേഷനിൽ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ Q1 അറ്റ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് എം ആർ ആ നേരത്തുള്ളത് ഹൈ ടെമ്പറേച്ചറാണ് TH ln ഓഫ് V2 ബൈ V1. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. സിമിലർലി Q2 എന്ന് പറഞ്ഞാൽ MR ഇറ്റ് ഈസ് T ലോവർ Q2, അവിടെ ആ നേരത്തെ ടെമ്പറേച്ചർ L ആണ്. ln ഹിയർ ഇറ്റ് വാസ് V4 ബൈ V3. Sorry, it is V3 by V4. Okay, it is V3 by V4. And this V3 by V4 will be similar to V2 by V1. അത് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് വാല്യൂസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇക്വേഷനിൽ ഐ ആം ഹാവിങ് ദ ഇക്വേഷൻ കാർനോട്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞത് എനിക്കറിയാം, ഇറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ വിച്ച് ഈസ് Q1 മൈനസ് Q2 ബൈ Q1 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് MR TH ln of V2 by V1, ഓക്കെ, മൈനസ് Q2ൻ്റെത് MR TL ലോവർ ടെമ്പറേച്ചർ ln again it is same as V2 by V1 divided by Q1 തന്നെ. Q1 means this term, that is MR TH ln V2 by V1. അപ്പോൾ ഇതിന്ന് എന്ത് ചെയ്യാം, MR ഉള്ള ടേംസ് എനിക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. Similarly, ln of V2 by V1, ln of V2 by V1, ഇത്രയും ക്യാൻസൽ ചെയ്യാം. So what will I get the efficiency? Carnot efficiency is TH minus TL divided by TH. Or I can say Carnot efficiency എന്ന് പറയുന്നത് that is equal to 1 minus TL by TH. This is another equation for Carnot efficiency. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് ആണ് കാർനോട്ടിൻ്റെ എഫിഷ്യൻസി ആയിട്ട് പഠിച്ചിട്ടുള്ളത്. One is 1 minus lower temperature by high temperature. ചില ബുക്കിൽ നമുക്ക് കാണാം 1 minus T2 by T1 എന്നാണ് പറയുന്നത്. അതായത് T2 എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ടെമ്പറേച്ചറും T1 എന്ന് ഉദ്ദേശിക്കുന്നത് ഹയർ ടെമ്പറേച്ചറിനെയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ കാർനോട്ട് എഫിഷ്യൻസി. അനദർ ഇക്വേഷൻ ഫോർ കാർനോട്ട് എഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞു W net divided by Q1. ദിസ് ഈസ് ദി സെക്കൻഡ് ഇക്വേഷൻ. ആൻഡ് ദ തേർഡ് ഇക്വേഷൻ ഓഫ് കാർനോട്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ 1 minus Q2 by Q1. All these three equations are efficiency equation for Carnot engine. ശ്രദ്ധിക്കേണ്ടത് പൊതുവെ എല്ലാ സൈക്കിൾസിൻ്റെയും എഫിഷ്യൻസിയിൽ എഫിഷ്യൻസി നമുക്ക് കണക്കൂട്ടാൻ നോർമൽ സൈക്കിൾ എഞ്ചിൻ്റെ എഫിഷ്യൻസി കണക്കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇത്. അതിൽ കാർനോട്ടിന് ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് 1 minus TL by TH എന്ന് പറയുന്നുള്ള ഇക്വേഷൻ. സോ നമ്മൾ കുറച്ച് പ്രോബ്ലംസും കൂടെ ഇതിൻ്റെ ബേസിൽ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്തിനാണ് ഈ കാർനോട്ട് എഫിഷ്യൻസിയുടെ ആവശ്യകത എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും.
ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഞാൻ ബാക്കിൽ മാർക്കർ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ബട്ട് സ്റ്റിൽ ട്രൈ ടു ഫോക്കസ്. ഈ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രാക്ടിക്കൽ സൈക്കിളല്ല, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സൈക്കിളാണ്. കാരണം എന്താ, 4 പ്രോസസ്സും എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ്സാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് നേച്ചറിൽ അങ്ങനെ ഒക്കർ ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ആൻ അസംപ്ഷൻ കേസ്. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട്, ഇത് പ്രാക്ടിക്കലി വർക്ക് ആവണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. അതായത് എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഐസോതെർമൽ പ്രോസസ്സുകൾ നടക്കുമ്പോൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കണം. എന്താ വളരെ സ്ലോ ആവാൻ കാരണം എന്നാൽ മാത്രമേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റൂ. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന നേരത്ത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൂവ് ചെയ്യുന്ന പോലെയല്ല, ഇറ്റ് ഷുഡ് ബി റിയലി വെരി സ്ലോ. എന്നാൽ മാത്രമേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇവിടെ കംപ്രസ് ചെയ്യുന്ന നേരത്ത് വളരെ പതുക്കെ ആയിരിക്കണം. സോ വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്ന നേരത്ത് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കണം. അതേസമയം അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന നേരത്ത് ഇറ്റ് ഷുഡ് ബി ഇൻ എ ഫ്ലിക്ക്, പെട്ടെന്ന് നടക്കണം. കാരണം എന്താ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, ദെൻ ദേർസ് എ സ്ലൈറ്റ് ടെമ്പറേച്ചർ ചേഞ്ച്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ട്രാവൽ വെരി ക്വിക്ക്ലി, ഇൻ ദ സെൻസ് വെരി ഫാസ്റ്റ്. സോ ഒരു പ്രോസസ്സ് വളരെ സ്ലോവും മറ്റേ പ്രോസസ്സ് അറ്റ്മോസ്റ്റ് സ്പീഡിലും നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണം റിയൽ ലൈഫിൽ നടക്കുക, പക്ഷേ അത്രത്തോളം നമുക്ക് ആക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമ്മളൊരു സൈക്കിള് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന സൈക്കിള് നമ്മൾ കഴിയുന്നതും കാർനോട്ട് സൈക്കിൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനാണ് മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ കാരണം കാർനോട്ടിൻ്റെ അത്ര എഫിഷ്യൻസി കിട്ടുന്ന വേറൊരു സൈക്കിളേ ഇല്ല. സോ കാർനോട്ട് എഫിഷ്യൻസി എത്രയാണോ കിട്ടുന്നത് അതാണല്ലോ മാക്സിമം. അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാനാണ് നമ്മൾ കഴിയുന്നതും എല്ലാ സൈക്കിൾസിനും നമ്മൾ ശ്രമിക്കാറുള്ളത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ടോപ്പിക് ഓഫ് കാർനോട്ട് സൈക്കിൾ. ഇന്ന് നമ്മൾ കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതേസമയം അതിൻ്റെ PV ഡയഗ്രാം എന്താണെന്ന് നമ്മൾ കണ്ടു, അതിൻ്റെ TS ഡയഗ്രാം നമ്മൾ കണ്ടു. ഓരോ പ്രോസസ്സിൻ്റെയും ഇക്വേഷൻസ്, അതിനെ വാലിഡ് ആക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, ഐസോതെർമൽ പ്രോസസ്സിൻ്റെതും അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അതേപോലെ കാർനോട്ടിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും ഏതൊക്കെയാണ് കാർനോട്ട് എഫിഷ്യൻസീസ് എന്നുള്ളതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി പഠിച്ചു. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് വിത്ത് സം പ്രോബ്ലംസ് ഫ്രം കാർനോട്ട് എഞ്ചിൻ. കോമൺലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചില യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ഏതാണെന്ന് നോക്കാം. അതോടൊപ്പം കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ 1 അല്ലെങ്കിൽ മാക്സിമം പോയ 2 ചോദ്യങ്ങൾ പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും മെക്കാനിക്കൽ ബേസ്ഡ് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ 1-2 പ്രോബ്ലംസും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.